ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഇൻ പ്ലെയിൻ ആയിരുന്നു ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ഒരു ഫർദർ മൂവ്മെന്റിലേക്ക് പോവുകയാണ്. ലൈൻ ഇന്റഗ്രൽസ് ഇൻ സ്പേസ്. വേറെ വ്യത്യാസമൊന്നുമില്ല. പ്ലെയിനിലാവുമ്പോൾ നമുക്ക് എക്സ് വൈ ആക്സിസുകൾ ഉണ്ടായിരുന്നു. നമ്മൾ പാരാമീറ്ററൈസ് ചെയ്യുമ്പോൾ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്, എക്സും വൈയും. ഇവിടെ ഇതിന്റെ കൂടെ സെഡും കൂടി വരും. അപ്പൊ നമ്മൾ പാരാമീറ്ററൈസേഷൻ ഒക്കെ എടുക്കുമ്പോൾ മൂന്നാമതൊരു ഫംഗ്ഷൻ കൂടി ഇവിടെ വരുന്നുണ്ടാവും. അപ്പോ ഒന്നുമില്ല. അപ്പോൾ ലൈൻ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ സെഡ് ഉണ്ടാവും, പിന്നെ എസും. അപ്പോൾ ഒരു 4 ലൈൻ ഇന്റഗ്രൽ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മളെ ലൈൻ ഇന്റഗ്രൽ ഇൻ പ്ലെയിനും ഇൻ സ്പേസും തമ്മിലൂടെ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിലേക്കൊന്നും ഇനി പോകണ്ട തോന്നുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജി ആണ് ഇവിടുത്തെ നമ്മുടെ ഫംഗ്ഷൻ. അതൊരു സ്പേസിലെ ഫംഗ്ഷൻ ആണ്. എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള 3 വേരിയബിളിലാണ് ആ ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ചെയ്യാൻ പോവാണ് ത്രൂ ദ കർവ് സി എന്ന് പറഞ്ഞ കർവിലൂടെ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ചെയ്യാണ്. അപ്പോൾ ലൈൻ ഇന്റഗ്രൽ ഓവർ സി ഓഫ് ജി ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സ്. അപ്പൊ നമ്മൾ ലൈൻ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജി ഓഫ് എക്സിന്റെ പാരാമെട്രിക് ഫോം എഫ് ഓഫ് ടി, വൈന്റെ ജി ഓഫ് ടി, സെഡിന്റെ എച്ച് ഓഫ് ടി, ഡി എക്സ് നമ്മൾ എഫ് ഡാഷ് ടി ഇൻറ്റു ഡി ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഇവിടെ പാരാമെട്രിക് ഇക്വേഷൻ എക്സിന്റെ എഫ് ഓഫ് ടി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം സാധനം തന്നെ. ടിയുടെ ഇന്റർവെൽ അവിടെ തന്നെ ഉണ്ടാവും, വൈന്റെ ജി, സെഡിന്റെ എച്ചും. അപ്പൊ എച്ചും കൂടി വരുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ ലൈൻ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആകുമ്പോൾ ഇവിടെ ഡി വൈക്ക് പകരം ജി ഡാഷ് ഓഫ് ടി ഡി ടി വരും. അതുപോലെ സെഡിന് പകരം ഡി സെഡിന് പകരം എച്ച് ഡാഷ് ഓഫ് സെഡ് ഡി ടി. അപ്പൊ നമ്മൾ നേരത്തെ നമുക്ക് 2 ലൈൻ ഇന്റഗ്രൽ ആയിരുന്നു ഉണ്ടായിരുന്നത് വിത്ത് റെസ്പെക്ട് എക്സും വൈയും. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സെഡും കൂടി വരുള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് 4മത്തത് ലൈൻ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആയിരുന്നു, ഡി എസ്. അപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ 2 വേരിയബിളിന്റെ കേസിൽ പ്ലെയിനിൽ നമ്മൾ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, റൂട്ട് ഓഫ് എഫ് ഡാഷ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ടി ഹോൾ സ്ക്വയർ മാത്രമേ ഉണ്ടായത്. ഇതിപ്പം 3 വേരിയബിൾ കേസ് ആകുമ്പോൾ ആർക്ക് ലെങ്ത് കാണുമ്പോൾ നമ്മളെ ഡി എസിന് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കണം, റൂട്ട് ഓഫ് എഫ് ഡാഷ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ടി ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ടി ഹോൾ സ്ക്വയറിന്റെ ഡി ടി ആയിരിക്കും. അപ്പൊ ആ ഒരു ഇക്വേഷനിൽ മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ കൂടി എച്ച് ഓഫ് ടി, സെഡിന്റെ പാരാമെട്രിക് ഫംഗ്ഷൻ കൂടി വന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് കൂടുതലൊന്നും ഇതിനെ ഫോഴ്സ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു. നമ്മുടെ പ്രോബ്ലം 5 പറയുന്നത് സി എന്നുള്ളൊരു കേവ് ആണ്. അതിന്റെ പാരാമെട്രിക് ഫോം തന്നിട്ടുണ്ട് ഇവിടെ, എക്സ് വൈ സെഡ് ഇത്ര എന്ന് പറഞ്ഞിട്ട് ടി 0 to 1 ആണ്. അപ്പൊ ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലൈൻ ഇന്റഗ്രൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വിത്ത് റെസ്പെക്ട് എക്സിൽ, വിത്ത് റെസ്പെക്ട് വൈയില്, വിത്ത് റെസ്പെക്ട് സെറ്റ്, വിത്ത് റെസ്പെക്ട് ആർക്ക് ലെങ്ത്. അപ്പൊ പോസിബിൾ ആയിട്ടുള്ള 4 ലൈൻ ഇന്റഗ്രലും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സിനും വൈക്കും സെറ്റിനും ഒക്കെ പകരം അതിന്റെ പാരാമെട്രിക് ഫോം കൊടുക്കുക, ഡി എക്സിന് പകരം കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാം. വിത്ത് റെസ്പെക്ട് എക്സ് ആകുമ്പോൾ ഇതാ അത് തന്നെ, അതിന്റെ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ 0 to 1 ആയിരിക്കും. അപ്പൊ എല്ലാത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഡി എക്സ് കാണുമ്പോൾ ഡി എക്സ് ആകുമ്പോൾ എഫ് ഡാഷ് ഓഫ് ടി ഡി ടി ആയിരിക്കും, ടി സ്ക്വയർ ഡി ടി. അപ്പോൾ 1/3 ടി ക്യൂബ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രോബ്ലത്തിൽ നമ്മളെ ക്വസ്റ്റ്യനിലുള്ള ഇക്വേഷനിൽ വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുക, അതിൽ പുട്ട് ചെയ്യുക. നമ്മളെ ഓർഡിനറി, അപ്പം നമ്മൾ ആ ലൈൻ ഇന്റഗ്രലിനെ ഓർഡിനറി ഇന്റഗ്രലിലേക്ക് മാറ്റുന്നു. അപ്പർ ലിമിറ്റ് 0 to 1 കൊടുക്കുന്നു. എക്സ് വൈ സെറ്റിന് അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഡയറക്റ്റ് ആയി കൊടുക്കുന്നു. സെയിം മെത്തേഡിലാണ് എയും ബിയും സിയും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നു. ഡി നമ്മളെ ലൈൻ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് കാണുമ്പോൾ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, ആ ഡി എസ് എന്ന് പറഞ്ഞത് കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിരുന്നു. അത് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. എഫ് ഡാഷും ജി ഡാഷ് എച്ച് ഡാഷും ഒക്കെ എന്തായാലും ഓൾറെഡി കാണണം ഇവിടെ. അപ്പൊ അതൊക്കെ ഇവിടെ പുട്ട് ചെയ്ത് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ടി സ്ക്വയർ പ്ലസ് 2 ഡി ടി. അപ്പൊ ഡി എസും കണ്ടിരുന്നു. അതുപോലെ കൊടുത്ത് നമ്മൾ ഓർഡിനറി ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ആ സ്പേസ് ലൈൻ ഇന്റഗ്രൽ നമ്മളെ പ്ലെയിനിലെ സെയിം സാധനം തന്നെ ഒരു എക്സ്ട്രാ ഒരു വേരിയബിളും കൂടി വരുന്നുള്ളൂ കാര്യമുള്ളൂ. നമ്മളെ പ്രോബ്ലം 6 പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഇവാലുവേറ്റ് ഒരു ഇന്റഗ്രൽ തന്നിട്ടുണ്ട്, y dx plus z dy plus xd. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ആ ലൈൻ ഇന്റഗ്രൽ നമുക്ക് ഉള്ളോട്ട് എടുക്കാം. അപ്പൊ ഇന്റഗ്രൽ പ്ലസിനെ നമുക്ക് സെപ്പറേറ്റ് ആക്കി ചെയ്തല്ലേ. അപ്പൊ ഇന്റഗ്രൽ സി വൈ ഡി എസ്, ഇന്റഗ്രൽ സെഡ് ഡി വൈ, ഇന്റഗ്രൽ എക്സ് ഡി. അപ്പൊ നമുക്ക്
പാരാമെട്രിക് ഫോം ഉണ്ടെങ്കിൽ എക്സിനും വൈക്കും സെഡിനും എക്സിനും കൊടുക്കുക, ഡി എക്സ് ഡി വൈ ഡി സെഡിന് എന്താ കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താൽ. അപ്പൊ അതിന്റെ ഇക്വേഷൻ മുകളിൽ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാവുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മളെ വിഷയം എന്താ വെച്ചാൽ നമുക്ക് പാരാമീറ്ററൈസ് ചെയ്യാൻ നമുക്ക് കേവ് തന്നിട്ടുള്ളത് എന്താണ്? HSC കൺസിസ്റ്റ് ഓഫ് എ ലൈൻ സെഗ്മെന്റ്. സി എന്ന് പറഞ്ഞ ഒരു ലൈൻ സെഗ്മെന്റ് ആണ് 0, 0, 0 2, 3, 4 ആൻഡ് ഫ്രം അങ്ങനെ 0, 0 to 2, 3, 4 അതുപോലെ 2, 3, 4 6, 8, 5 ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പൊ സിംഗിൾ ലൈൻ അല്ല. 0, 0 ആദ്യം ഒറിജിൻ 2, 3, 4 2, 3, 4 6, 8, 5 പോകുന്ന ഒരു രണ്ട് ലൈനുകൾ തമ്മിൽ. അപ്പൊ നമുക്ക് രണ്ട് കേവുകൾ ചേർന്നിട്ടുള്ള ഒരു സി എന്ന് പറഞ്ഞ രണ്ട് കേവുകൾ ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താ സിമ്പിൾ കേവ് അല്ല സി. അപ്പൊ നമ്മൾ ത്രൂ സിമ്പിൾ കേവ് മാത്രമായിരുന്നു എന്ത് ചെയ്യുക ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ രണ്ട് കേവ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത പോലെ തന്നെ C1 C2 C1 എന്ന് പറഞ്ഞാൽ ഈ 0 ഒറിജിൻ 2, 3, 4 ലൈൻ ആയിട്ടും C2 എന്ന് പറഞ്ഞാൽ 2, 3, 4 6, 8, 5 കേവ് ആയിട്ട് കണ്ടുകൊണ്ട് ഇന്റഗ്രേഷൻ ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പം വരാം. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ലെറ്റ് C1 ഡിനോട്ട് ദ ലൈൻ സെഗ്മെന്റ് 0, 0, 2, 3, 4 അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. ലൈൻ 0, 0, 2, 3, 4 ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പൊ അതിന്റെ ഇതിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ 2 - 0i + 3 - 0j + 4 - 0k. അപ്പൊ 2i + 3j + 4k ആയിരിക്കും നമ്മൾ അതിന്റെ പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ. ഇനി അത് കടന്നു പോകുന്ന ഒരു പോയിന്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്താ ചെയ്യുക പാരാമെട്രിക് ഇക്വേഷൻ ചെയ്തായിരുന്നു അല്ലെ. കടന്നു പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 0, 0 എടുത്തു കഴിയുക. അപ്പൊ എന്ത് വേണം? 0 + x എന്ന് പറയുന്നത് 0 + 2t ആയിരിക്കും. y എന്ന് പറയുന്നത് 0 + 3t ആയിരിക്കും. z എന്ന് പറഞ്ഞത് 0 + 4t ആയിരിക്കും. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അല്ലെ. അപ്പൊ എങ്ങനെയായിരുന്നു രണ്ട് പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പാരാമെട്രിക് ഫോമിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മതി? ആ രണ്ട് ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടറും ആ ലൈൻ കടന്നു പോകുന്ന ഒരു പോയിന്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ പാരാമെട്രിക് ഫോമിലേക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? കടന്നു പോകുന്ന രണ്ട് പാരലൽ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് പാരലൽ ആയിട്ടുള്ള വെക്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? എൻഡ് പോയിന്റ് ഇനീഷ്യൽ പോയിന്റിലെ എന്ത് ചെയ്യുക കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് ചെയ്തിട്ട് ijk അതിന്റെ ഫോമിൽ വെക്ടർ ഇക്വേഷൻ ഫോമിൽ എഴുതുക. അപ്പൊ നമുക്ക് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അത് കടന്നു പോകുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് പ്ലസ് 2t ആയിരിക്കും എക്സ്. ആ രീതിയിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ അതേ പ്രൊസീജിയറിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? C1ന്റെ പാരാമെട്രിക് ഇക്വേഷൻ കിട്ടി. അപ്പൊ x = 2t, y = 3t, z = 4t എന്ന് പറഞ്ഞിട്ടുള്ള പാരാമെട്രിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പം പാരാമെട്രിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സിയുടെ പാരാമെട്രിക് ഫോം കിട്ടി. അപ്പം പാരാമെട്രിക് ഫോം ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഓർഡിനറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അവിടെ ഡയറക്റ്റ് കൊടുത്ത് ചെയ്യാവുന്നുള്ളൂ. അപ്പോ നമുക്ക് എന്ത് വേണം? നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ കിട്ടി. 0, 0, 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അല്ലേ. എന്നിട്ട് 2, 3, 4 ആയിരുന്നു. അപ്പൊ നമ്മളിവിടെ പാരാമെട്രിക് ഫോം എഴുതുമ്പോൾ ഇവിടെയുള്ള ടിക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഇന്റർവെല് കൊടുക്കണം. ഇന്റർവെൽ എന്ന് പറയുന്നത് 0, 0, 0 സ്റ്റാർട്ട് ചെയ്തിട്ട് 2, 3, 4 അവസാനിക്കേണ്ടത്. അതിന് t 0 ആയി കഴിഞ്ഞാൽ ഓക്കെ, ഇത് 0, 0, 0 ആവും. നമ്മുടെ പാരാമെട്രിക് ഫോം 2, 3, 4 നിൽക്കണമെങ്കിൽ t = 1 അല്ലെ. അപ്പം t = 0 ആണ്. 2, 3, 4 പോകുമ്പോൾ t = 1 ആവണം അല്ലെ. എവിടെ അല്ലേ ടിക്ക് 1 എടുത്താലേ 2, 3, 4 എന്നുള്ള പോയിന്റ് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മുടെ ടിയുടെ ഇന്റർവെൽ എന്ന് പറയുന്നത് ടി ലൈ ചെയ്യുന്ന ഇന്റർവെൽ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. സോ നമുക്ക് പാരാമെട്രിക് ഫോം കിട്ടിക്കഴിഞ്ഞു. x = 2t, y = 3t, z = 4t. 0 ലൈൻ ബിറ്റ്വീൻ 0 and 1. സോറി, t ലൈ ബിറ്റ്വീൻ 0 and 1. നമുക്ക് C2ന്റെ സിമിലർലി നമുക്ക് എന്തുണ്ടാക്കാം? അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഉണ്ടാക്കാം. 2, 3, 4 6, 8, 5 അപ്പൊ അതിന് ആദ്യം അതിന്റെ പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ കാണാം. അതെന്ന് പറഞ്ഞത് എന്തായിരിക്കും? 6 - 2 അത് 4i + 8 - 3 5j + 5 - 4 1 അല്ലെ. അപ്പൊ എന്ത് കിട്ടി? 4i + 5j + 1k അല്ലെ. 4i + 4j + 1k ആയിരിക്കും അതിന്റെ പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം അത് 2, 3, 4 കടന്നു പോകുന്നുണ്ട്. അപ്പൊ x = എന്ത് വരും? 2 + 4t and y = പാറ്റേൺ ഫോം എഴുതാൻ വേണ്ടിയിട്ട് 3 + 5t
ആൻഡ് 4 + t ആയിരിക്കും എന്ത് വരിക സെറ്റിന്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ലൈന് കടന്നു പോകുന്ന 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് കിട്ടിയാൽ മതി, അതിന്റെ കടന്നു പോകുന്ന 2 പോയിന്റ് വെച്ച് നമുക്ക് പാരലൽ ആയിട്ട് ഒരു വെക്ടർ ഉണ്ടാക്കാം. ആ വെക്ടർ എന്ത് ചെയ്യാം, അതിലൂടെ കടന്നു പോകുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പാരാമെട്രിക് ഫോം ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പാരാമെട്രിക് ഫോം കിട്ടി. അപ്പൊ നമുക്ക് C1ലും C2ലും ഡിഫറെന്റ് ആയി ചെയ്തു, C1ഉം C2ലും നമുക്ക് എന്ത് ചെയ്താൽ മതി, സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ നമുക്ക് x = 2t സാധനങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവിടുന്ന് dx dy dz കാണാം. x = 2t ആണെങ്കിൽ dx എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2 ആയിരിക്കും. y = 3t ആണെങ്കിൽ dy എന്ന് പറഞ്ഞത് 3 ആവും അല്ലേ. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലേ. 4t 4 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളെ യൂഷ്വൽ ഇന്റഗ്രേഷൻ ചെയ്യുകയാണ്. അത് നമുക്ക് 13 എന്ന് കിട്ടുന്നു. പിന്നെ നമ്മൾ C2 ചെയ്യുന്നു. ഓക്കെ, C2 ചെയ്യുന്നു. ഇത് C2 ആണ് കേട്ടോ. C2 ചെയ്യുന്നു. വൈക്കും സെറ്റിനും എക്സിനും ഒക്കെ നമ്മൾ രണ്ടാമത് കിട്ടിയ പാരാമെട്രിക് ഇക്വേഷൻ കൊടുക്കുന്നു. 2 + 4t ആയതുകൊണ്ട് dx = 4dt ആയിരിക്കും. dy ഇവിടെ 5dt, dz ഇവിടെ dt ആയിരിക്കും വരിക അല്ലേ. അത് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വൽ ഇന്റഗ്രേഷൻ ആണ്. അതാണ് ഞാൻ ഇതിന്റെ സ്റ്റെപ്പിലൂടെ പോകാത്ത കേട്ടോ. ഇപ്പൊ 97/2 വരുന്നു. ഇനി സിയിലൂടെ ടോട്ടൽ കാണാൻ വേണ്ടി C1ലും C2ലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലൈൻ ഇന്റഗ്രൽ ചെയ്ത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ലൈൻ ഇന്റഗ്രൽ ഇൻ സ്പേസും ലൈൻ ഇന്റഗ്രൽ ഇൻ പ്ലെയിനും തമ്മിൽ എന്താ, ഒരു എക്സ്ട്രാ വാരിയബിൾ കിടന്നു വരുന്നതിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആണ്. അപ്പം നമുക്ക് ലൈനിന്റെ പാരാമെട്രിക് ഫോം ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും തരണമെന്നില്ല, ശ്രദ്ധിക്കുക. അപ്പം 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ ലൈൻ കടന്നു പോകുന്ന എൻഡ് പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ പാരാമെട്രിക് ഫോം ഇക്വേഷൻ ഉണ്ടാക്കിയെന്ന് ശ്രദ്ധിക്കുക. വളരെ എളുപ്പമാണ്. ഒരൊറ്റ സെയിം ഓർഡർ ഫോളോ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അപ്പം ഇവിടെ എന്താ പറയുന്നത്, ഓക്കെ നമ്മളിനി ഇതിന്റെ ചെറിയ അപ്ലിക്കേഷൻ സാധനമാണ് പറയുന്നത് തോന്നുന്നു. അപ്പം ഒന്നുമില്ല, F.dr ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നുമില്ല, ഓക്കെ ഇവിടെ തന്നെ പറയാം. ഓക്കെ, നമുക്ക് ഒരു ലൈൻ ഇന്റഗ്രൽ നമ്മളൊരു വെക്റ്റർ ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിളിന്റെ ഒരു എന്താ പറയാ, ഒരു വെക്റ്റർ ഫംഗ്ഷന്റെ ഇന്റഗ്രേഷൻ ഇപ്പോൾ F.dr നമുക്ക് എങ്ങനെ ലൈൻ ഇന്റഗ്രേറ്റ് റെപ്രസെന്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ അപ്ലിക്കേഷനിൽ വരാൻ പോകുന്നത്. സോ അതിന് മുന്നേ നമുക്കൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ട്, f(xy) എന്ന് പറഞ്ഞാൽ p(xyi) q(xyj) ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യുന്ന ഒരു കേർവ് C എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എക്സിന്റെ f(t) വൈന്റെ g(t) തന്നിട്ടുണ്ട്. t ലൈ ചെയ്യുന്ന a b ഇടയിലാണ്. ഓക്കെ, അതിന്റെ ഒരു പൊസിഷൻ വെക്ടർ r(t) എന്ന് പറയുന്നത് f(ti) + g(j) ആണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് dr/dt നമുക്ക് എങ്ങനെ എഴുതാം, dr/dt നമുക്ക് നേരത്തെ അറിയാം അല്ലെ, f'(t) എന്താ പൊസിഷൻ വെക്ടറിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു, f'(ti) + g'(tj) ആയിരുന്നു. ഈ f'(t) നമുക്ക് dx/dti + dy/dtj അല്ലെ, x ആയിരുന്നു f(t). ഇവിടെ പാരാമെട്രിസേഷൻ x f(t) ആണ്. അവിടുന്നാണ് f'(t) dx/dt അല്ലെ. ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ പറഞ്ഞുള്ള കാര്യങ്ങൾ ഡെറിവേറ്റീവ് ഒക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് അവിടെ dr എന്ത് ചെയ്യാം, dr/dt × dt എഴുതാം. dr/dt എന്ന് പറഞ്ഞാൽ എന്താണ്, dx/dti + dy/dj ആണ്. ഇൻറ്റു dt വരുമ്പോൾ ഈ അടിയത്തെ dt ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് dr എന്ന് പറയാൻ എന്ത് എഴുതാം, dxi + dyj എന്ന് എഴുതാം. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ F.dr നമ്മളെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനും അതിന്റെ നമ്മുടെ പൊസിഷൻ വെക്ടറിന്റെ ഡെറിവേറ്റീവും കൂടി ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യാണ്. അതെന്ന് പറഞ്ഞപ്പോൾ എന്ത് വരും, p(xy) dx ഇന്നർ പ്രൊഡക്റ്റ് ആണല്ലോ, q(xy) dy ആണ് അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് എങ്ങനെ പറയാം, നമ്മൾ F.dr നമുക്ക് എന്ത് ചെയ്താൽ മതി, p(xy) dx + q(xy) dy എന്നുള്ള സാധനത്തിനെ ഇന്റഗ്രൽ ഓവർ എ കേർവിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതിനെ ഇന്റഗ്രൽ F.c F.dr എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു സാധനം ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാണ്ടാവും. ഓക്കെ,
അപ്പൊ ശ്രദ്ധിക്കുക, ഇത് ഓക്കെ, ഇത് നമ്മുടെ കയ്യിലുള്ള സാധനമാണ്, നമുക്കത് ലൈൻ ഇന്റഗ്രൽ ആണ്. ഇവിടെ ലൈൻ ഇന്റഗ്രൽ ഓഫ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരുന്നു, അവിടെ ഉള്ളിൽ ഇന്നർ പ്രൊഡക്റ്റ് വരുന്നുണ്ട്, അതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ പി ഓഫ് എക്സ് വൈ ഒക്കെ എന്തായാലും ശ്രദ്ധിക്കുക, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ പി ഓഫ് എക്സ് വൈ ഐ പ്ലസ് പി ഓഫ് എക്സ് വൈ ജി ആണ്. ഇനി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിപ്പോൾ സെക്കൻഡ് 2 വേരിയബിളിന്റെ കേസാണ്. 3 വേരിയബിൾ ആകുമ്പോൾ വ്യത്യാസങ്ങളൊന്നുമില്ല, മൂന്നാമതൊരു വേരിയബിളും കൂടി വരും. ഓക്കെ, ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രോബ്ലംസ് ആണ് നോക്കുക, അത് വെച്ച് നമുക്ക് കാര്യങ്ങൾ പറയാം. നമ്മുടെ എഫ് എന്ന് പറയുന്നത് 3xy i പ്ലസ് വൈ സ്ക്വയർ ജി ആണ്. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ്. സി എന്ന് പറഞ്ഞത് കേർവ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ, അത് y ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കേർവിന്റെ പാരാമെട്രിക് ഫോം അല്ല തന്നിട്ടുള്ളത്, രണ്ടാമത്തെ ടൈപ്പ് ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പം ഗിവൺ സി ഇസ് ദ കേർവ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ, അപ്പൊ y ഈസ് ഈക്വൽ ടു x സ്ക്വയർ ആണ്. 0 നമ്മുടെ ഒറിജിൻ 1 2ലേക്കാണ്, അതുവരെയുള്ള നമ്മുടെ y ഈസ് ഈക്വൽ ടു x സ്ക്വയറിന്റെ ആ കേർവ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ എന്തായിരിക്കും, ഇവിടെ എക്സിന് ടി കൊടുക്കുക, വൈന് അപ്പം 2t സ്ക്വയർ ആയി. അപ്പൊ നമ്മുടെ പാരാമെട്രിക് സാധനങ്ങളൊക്കെ കിട്ടി. ടി സ്ക്വയർ 0 എന്ന് 1 വരെയുള്ളതാണ് ടീന്റെ റേഞ്ച് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ഉണ്ട്, അതാണ് ഞാൻ വളരെ സ്പീഡ് പറഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇതാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ നമുക്ക് എങ്ങനെ എഴുതാന്ന് ഇവിടെ റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിന്റെ പ്രൂഫ് ഒന്നും വേണ്ട, ഡയറക്റ്റ് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എഫ് ഡോട്ട് ഡി ആറിന് നമ്മൾ ചെയ്തു, ഡി ആറിന് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ കൊടുത്തു, 3xy ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ ഡി വൈ. ഓക്കെ, ഇതുവരെ അപ്പൊ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ, ഒന്നുമില്ല, നമ്മൾ ആ പ്രോബ്ലത്തിൽ പറഞ്ഞ സ്ഥാനത്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഓവർ സി ആണ്. അപ്പൊ നമുക്ക് ലൈൻ ഇന്റഗ്രൽ നമുക്ക് ഓർഡിനറി ഇന്റഗ്രലിലേക്ക് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടി ഒക്കെ എന്ത് ചെയ്യാം, എക്സിന് ടി കൊടുക്കുക, വൈ എന്തായിരുന്നു 2t സ്ക്വയർ കൊടുക്കുക, ഡി എക്സിന് എന്തായിരുന്നു കൊടുക്കേണ്ടത്, എക്സ് ഈസ് ഇക്വൽ ടു ടി ആകുമ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആവും, ഡി വൈ എന്ന് പറയുന്നത് 4t ഇൻറ്റു ഡി ടി. ഓക്കെ, ഇവിടെ ഉണ്ട് അല്ലെ, ഡി എക്സിലെ ഡി ടി ആയി, ഡി വൈൻ്റെത് 4t ഇൻറ്റു ഡി ടി ആയി. ആ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ കൊടുക്കുന്നു, എന്നിട്ട് ഓർഡിനറി ഇന്റഗ്രേഷൻ ചെയ്യുന്നു. ഇത് വേറൊരു മെത്തേഡ് ചെയ്താൽ തോന്നുന്നു താഴത്തുള്ളത്. അപ്പൊ ഒന്നുമില്ല, ഈ ഒരു സാധനം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ തിയറി സാധനം ചുമ്മാ ഇങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മളോട് കാണാൻ പറഞ്ഞ എഫ് ഡോട്ട് ഡി ആർ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിൽ തരും. ഡി ആർ എന്ന് പറയുന്നത് 2 വേരിയബിൾ ആകുമ്പോൾ എന്തായിരിക്കും, ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നീട് നമുക്ക് ഇങ്ങനെ ഒരു ഫോം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്താണ്, നമ്മൾ സാധാരണ മെത്തേഡിൽ ഓർഡിനറി ഇന്റഗ്രേഷനെ ഓർഡിനറി ഇന്റഗ്രേഷനിലേക്ക് മാറ്റി ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ പാരാമെട്രിക് സാധനങ്ങൾ അതിൽ പുട്ട് ചെയ്യാം, എന്നിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം 8 ഇതേപോലെ തന്നെയാണ്. എഫ് തന്നിട്ടുണ്ടാണ്, ഇവാലുവേറ്റ് സി ഓവർ എഫ് ഡോട്ട് ഡി ആർ ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതൊരു 3 വേരിയബിൾ, നേരത്തെ 2 വേരിയബിൾ പറഞ്ഞു, ഇപ്പോൾ ഒരു 3 വേരിയബിൾ തരുന്നു, അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ. 0 എന്ന് 111ലേക്ക് 0 തുടങ്ങി ഒറിജിൻ തുടങ്ങിയിട്ട് 111ലേക്കുള്ള ഒരു പാത്താണ്. അതിന്റെ പാരാമെട്രിക് ഫോം തന്നെ എക്സ് ഈസിക്കൽ ടി, വൈ ഈസിക്കൽ ടി സ്ക്വയർ, സെഡ് ഈസിക്കൽ ടി ക്യൂബ്. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത ഈ പ്രോബ്ലം തന്നെ അതിന് എന്തെന്നു, അതിന് സെഡ് ആക്സിസും കൂടി വന്നു, ആ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എക്സും വൈയും സെറ്റ് ഒക്കെ നമുക്ക് അവിടെ തന്നായിട്ടുണ്ട്. അപ്പോൾ 0 111ലേക്ക് ആയതുകൊണ്ട് ടി റേഞ്ച് 0 1ലേക്ക് ആയിരിക്കും, അത് മനസ്സിലാക്കി വെക്കാം. R നമുക്കറിയാം, അപ്പൊ ഡി ആർ എന്തായിരിക്കും എന്നുള്ളത് നോക്കി വെക്കുക. ഓക്കെ, ആറ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ ആണ്. അപ്പൊ ഡി ആർ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെറ്റ് കെ ആയിരിക്കും. അപ്പൊ എഫ് ഡോട്ട് ഡി ആറിൽ എഫ് എന്താ നമുക്ക് എഴുതിയിട്ടുണ്ട്, ഒരു വലിയ ഇക്വേഷൻ ആണ് അല്ലെ. ആ എഫ് എന്താന്ന് എഴുതി, ഡോട്ട് ഡി ആർ ആണ്, ഡി ആർ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെറ്റ് കെ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഐയും ഇതും എക്സ് മാത്രമേ വരുന്നുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ഡി എക്സിന് ഉള്ളോട്ട് എടുക്കുന്നു, ഇവിടെ ഡി വൈ ഉള്ളോട്ട് വന്നു, ഡി സെറ്റ് ഉള്ളോട്ട് വന്നു, ഐ ജെ കെകളൊക്കെ ക്യാൻസൽ ആവും. അവിടെ ഐ ഇൻറ്റു ഐ ആണല്ലോ 1, ജെ ഇൻറ്റു ജെ 1, കെ ഇൻറ്റു കെ 1, ബാക്കിയൊക്കെ എന്താ വരുന്നത് 0ലേക്ക് പോകും, ശ്രദ്ധിക്കാം. ഡോട്ട് പ്രോഡക്റ്റിലൊക്കെ അതിനോട് പിന്നെ സീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഓർഡിനറി ഇന്റഗ്രേഷനിലേക്ക് നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ വേണ്ടിയിട്ട് സീന്റെ ലിമിറ്റ് കൊടുക്കുന്നു 0 to 1, എക്സിന്റെയും വൈന്റെയും സെറ്റിന്റെയും പാരാമെട്രിക് ഫോമുകൾ അവിടെ കൊടുക്കുന്നു ടി വെച്ചിട്ട്. അപ്പൊ നമുക്ക് ഒറ്റ വേരിയബിളിലേക്ക് വരുന്നു, അപ്പൊ നമുക്ക് ഒറ്റ രീതിയിൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഓർഡിനറി ഇന്റഗ്രേഷൻ കൊടുക്കുന്നു, ആൻസർ 5ലേക്ക് വരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഒരു ഓർഡിനറി ഇന്റഗ്രേഷൻ ചെയ്യുന്ന പാർട്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, പക്ഷേ നമ്മൾ ഈ പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റുന്ന കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റുന്നതും അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. ആ സിയുടെ ലിമിറ്റ് കൊടുക്കുന്നതും അത് തെറ്റാണ്ട് ചെയ്യാം.
ഇനിയുള്ളത് അതിൻ്റെ ഒരു ഫിസിക്കൽ എക്സാമ്പിൾ ഓഫ് ലൈൻ ഇന്റഗ്രൽ ആണ്. നമുക്കറിയാം നമ്മൾ ഓർഡിനറി ഇന്റഗ്രേഷൻ പഠിക്കുമ്പോൾ അത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആയിരുന്നു. നമ്മുടെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്, അങ്ങനത്തെ രീതികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതേപോലെ തന്നെ ഈ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത്, അപ്പൊ ലൈൻ ഇന്റഗ്രൽ ഞാൻ പറഞ്ഞു നമുക്കൊരു എക്സ് ആക്സിസിലൂടെ നമ്മൾ അങ്ങോട്ട് ഇന്റഗ്രേഷൻ ചെയ്തു പോകല്ല, നമുക്ക് തന്നിരിക്കുന്ന കേവിലൂടെ ഈച്ച് പോയിന്റിലൂടെ സഞ്ചരിച്ച് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതാണ് ലൈൻ ഇന്റഗ്രൽ ത്രൂ എ കേവ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇത് നമ്മൾ ഫിസിക്സിൽ ഉപയോഗിക്കുന്ന രണ്ട് മേഖലകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബോഡി ഒരു മൂവിങ് ബോഡി ഒരു കേവിലൂടെ മൂവ് ചെയ്യാണ്. അപ്പൊ അത് ടോട്ടലി ആ സഞ്ചരിക്കാൻ വേണ്ടി ടോട്ടലി യൂസ് ചെയ്തിരിക്കുന്ന വർക്ക് ഡൺ. സോ ഒരു ഫോഴ്സ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് കാണാൻ വേണ്ടി നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ള എഫ് ഡോട്ട് ഡി ആർ, വേർ എഫ് എന്ന് പറഞ്ഞ ഫോഴ്സും ഡി ആർ എന്നുള്ള ആർ അതിന്റെ പൊസിഷൻ വെക്ടറും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെയാണ് കാണുന്നതെങ്കിൽ വർക്ക് ഡൺ നമ്മൾ ഡബ്ല്യു എഫ് ഡോട്ട് ഡി ആർ നമ്മൾ ഫിസിക്സ് പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ, ഒരു ബോഡി ഒരു കേവ് ഉണ്ട് സിയിലെ എ എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് ബിയിലെ എന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യാണ്. ആ മൂവ് ചെയ്യാൻ വേണ്ടി ടോട്ടൽ ആ ബോഡി അവിടെ ചെലവാക്കിയ വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഒരുപാട് ഫിസിക്സിന്റെ ബേസിക് സാധനങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പോയി കഴിഞ്ഞാൽ വലിയൊരു ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, ആസ് എ മാത്തമാറ്റിക്കൽ പീപ്പിൾ നമ്മൾ ലൈൻ ഇന്റഗ്രൽ എന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മാത്സ് പീപ്പിൾസ്. അപ്പം ഈ ലൈൻ ഇന്റഗ്രൽ ഉപയോഗിച്ചിട്ട് ഫിസിക്സിൽ ചില ക്വാണ്ടിറ്റികൾ മെഷർമെന്റ് ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്, നമ്മളെ ലൈൻ ഇന്റഗ്രൽ എവിടെ ഉപയോഗിക്കുന്നത്, വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എന്ന് പറഞ്ഞത്. അത് പറഞ്ഞത് നമ്മളുടെ ഒരു ഇവിടെ ഇപ്പൊ ഒരു മൂവിങ് ബോഡി ഒരു കേവിലൂടെ പോവാണ്, നമ്മളൊരു എഫ് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് അവിടെ ചെറിയൊരു ആർ ഡിസ്പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് ഡി ആർ ആയിരുന്നു. അപ്പൊ ഇത് തന്നെയാണ്. അപ്പം ത്രൂ ഔട്ട് ദ കേവില് നമ്മൾ എത്ര വർക്ക് ഡൺ ഉപയോഗിച്ചു എന്ന് കാണാം, എത്ര വർക്കാണ്. വർക്കൊക്കെ എന്ന് പറയുന്നത് അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ആ എത്ര എമൗണ്ട് ഓഫ് വർക്ക് നമ്മൾ ഉപയോഗിച്ചു എന്ന് കാണാൻ വേണ്ടി നമ്മൾ ലൈൻ ഇന്റഗ്രൽ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മനസ്സിലായി, ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. എഫ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ആണ്. അപ്പം ഫോഴ്സിന് അപ്പോൾ ഓരോ പോയിന്റിലും ഡിഫറെന്റ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരു അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഒന്നല്ല നമ്മളിവിടെ എടുക്കുന്നത്. ഒരു ബോഡി നമ്മളൊരു കേവിലൂടെ മൂവ് ചെയ്യാണ്, അപ്പം ടോട്ടൽ വർക്ക് ഡൺ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എഫ് എന്ന് പറഞ്ഞത് ഓരോ പോയിന്റിലും അത് ഉപയോഗിക്കുന്ന ഫോഴ്സ് ഡിഫറൻസ് ആയിരിക്കും, അതിനനുസരിച്ച് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് സ്പീഡൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഫോഴ്സിന്റെ ഫംഗ്ഷനെ എന്ത് ചെയ്താൽ മതി, ഡി ആറിനോട് പൊസിഷൻ വെക്ടർ ഡി ആറിനോട് എന്ത് ചെയ്താൽ മതി, ഇന്നർ പ്രൊഡക്റ്റ് ചെയ്തിട്ട് ലൈൻ ഇന്റഗ്രൽ ത്രൂ ദ സി ചെയ്താൽ മതി. അപ്പോൾ ത്രൂ സി, അപ്പോൾ ലൈൻ ഇന്റഗ്രൽ സി ചെയ്യാൻ നമുക്കറിയാം. അതിന് നമുക്ക് ആ കേവിന്റെ പാരാമെട്രിക് ഫോം ഒക്കെ ചെയ്തിട്ട് അതിൽ കൊടുത്തിട്ട് നമ്മൾ സിംഗിൾ വേരിയബിൾ ഉള്ള ഒറ്റ വേരിയബിളായി ഡിപ്പെൻഡ് ചെയ്യുന്ന സാധാ ഓർഡിനറി ഡിഫറൻഷ്യലിൽ മാറ്റിയിട്ട് ചെയ്യുന്ന സെയിം സാധനം ഉപയോഗിക്കുന്നു. ഓക്കെ, ഇവിടെ അപ്പോൾ ഇത്ര കാര്യം മനസ്സിലാക്കി വെക്കുക. ഒരു ബോഡി ഒരു കേവിലൂടെ മൂവ് ചെയ്യുമ്പോൾ ടോട്ടൽ വർക്ക് ഡൺ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫോഴ്സ് ഡോട്ട് എന്താ ഇന്റഗ്രൽ ഓവർ സി, ആ കേവിലൂടെ ലൈൻ ഇന്റഗ്രൽ ചെയ്യുക എന്തിനാ, എഫ് ഡോട്ട് ഡി ആറിന്. ഇതേപോലെ തന്നെയാണ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. സർക്കുലേഷന്റെ ഒരു ഫിസിക്കൽ മീനിങ്ങിലേക്കൊന്നും നമ്മൾ പോകണ്ട. സർക്കുലേഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ ലൈൻ ഇന്റഗ്രൽ ഓഫ് എ വെക്ടർ ഫീൽഡ് എഫ് അറൌണ്ട് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് സി is said to be the circulation. ഓക്കെ, അതായത് ഒരു വെക്ടർ ഫീൽഡ് ഉണ്ട്. ഇപ്പോൾ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു മൂവിങ് ബോഡിയുടെ കേസൊക്കെ ആണെങ്കിൽ അവിടെ ഒരു വെലോസിറ്റി ഫീൽഡ് ആയിരിക്കും. അപ്പോൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. എന്താണ്, ഒരു വെക്ടർ ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ അറൗണ്ട് ഒരു സിയിലൂടെയുള്ള ലൈൻ ഇന്റഗ്രലിനെയാണ് നമ്മൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സർക്കുലേഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ ഫോഴ്സിനെ എന്ത് ചെയ്യുക, നമ്മുടെ ആ സീല് നമുക്ക് അവിടെ സീ തന്നിട്ടുണ്ടായിരിക്കും. അവിടുത്തെ സർക്കുലേഷൻ കാണാൻ പറഞ്ഞാൽ അവിടെ ഫോഴ്സിന്റെ ഫംഗ്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. നമ്മൾ അതിന്റെ ഫിസിക്സ് പാർട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് സർക്കുലേഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടാൽ മതി, നമുക്ക് ആ ഫോഴ്സ് തന്നിട്ടുണ്ടാവും, ഫോഴ്സിന് പർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ടാവും. അതിനെ ത്രൂ എന്തിൽ ചെയ്യാം, നമുക്ക് ഏത് കേവിലൂടെ പോകുമ്പോൾ സർക്കുലേഷൻ ആണോ കാണുന്നത്, ആ കേവിന്റെ ലൈൻ ഇന്റഗ്രൽ ഓവർ ദാറ്റ് കേവ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഫംഗ്ഷനെ ആ കേവിലൂടെ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ചെയ്താൽ മതി. ഓക്കെ, അത്ര കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമുക്ക് രണ്ട്
കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ് ഫിസിക്കൽ എക്സാമ്പിളിൽ വരുന്നത്? ഒന്ന് വർക്ക് ഡൺ ബൈ എ ഫോഴ്സും അതുപോലെ തന്നെ സർക്കുലേഷൻ ഓഫ് എ സർക്കുലേഷൻ. അവിടെ നമ്മൾ വർക്ക് ഡൺ ബൈ എ ബോഡി നമ്മൾ ആ ഫോഴ്സിനെ ലൈൻ ഇന്റഗ്രൽ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആ ഒരു വെക്ടർ ഫീൽഡിനെയാണ് നമ്മൾ സർക്കുലേഷൻ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ആണെങ്കിൽ നമ്മൾ അതിന്റെ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി വെക്ടർ ഫീൽഡ് ഒക്കെ ആയിരിക്കും എടുക്കുക. ഓവർ ഫിസിക്സിലെ പോകേണ്ടത് അത്ര മനസ്സിലാക്കി വെക്കാം. ഒന്നിനും നമ്മൾ അതിന്റെ ഫോഴ്സിനെ ലൈൻ ഇന്റഗ്രൽ ചെയ്യുന്നു ഓവർ നമ്മൾ ആ കേവ് സീലില്. നമ്മൾ സർക്കുലേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വെക്ടർ ഫീൽഡിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈൻ ഇന്റഗ്രൽ ചെയ്യുന്നത് ത്രൂ ആ സീൽ. ഓക്കെ, അധികം ഒരു ബേസിൽ പോയിട്ട് കാര്യം നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സോ നമ്മുടെ പ്രോബ്ലം ഫൈൻഡ് ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ മൂവിങ് എ പാർട്ടിക്കിൾ ഇൻ ഫോഴ്സ് ഫീൽഡ്. ഓക്കെ, ഫോഴ്സ് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഈസ് ഈക്വൽ ടു 3xy പ്ലസ് 5zj പ്ലസ് 10xk. നമുക്ക് അലോങ് ദ കേവിന്റെ പാരാമെട്രിക് ഫോം ആണ് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് വേറെ പണിയൊന്നുമില്ല. സാധാരണ പാരാമെട്രിക് ഫോം തന്നില്ലെങ്കിലാണ് അതിന്റെ പാരാമെട്രിക് ഫോം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാറ്. ഇവിടെ അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ടി ലൈ ചെയ്യുന്നത് 1 × 2 ഇടയിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഫ് തന്നിട്ടുണ്ട്, ഒരു ഫീൽഡാണ്. അപ്പൊ ഡി ആർ അറിയാം. നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയാം. എന്താണ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ്. അപ്പൊ എഫ് ഇവിടെ തന്നിട്ടുണ്ട്. ഡി ആറിന് പകരം എന്താ DXi DYj DZk ഇവിടെ തന്നെ ചെയ്താൽ മതി. 3xy dx 5z dy 10x dz. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ എക്സിനും സെഡിനും വൈക്കൊക്കെ നമ്മൾ എന്തിട്ടുണ്ട്, ഇവിടെ പാരാമെട്രിക് സാധനങ്ങൾ തന്നിട്ടില്ല. അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിവിടെ പുട്ട് ചെയ്യുക. സോ എക്സിന് t² + 1 ആണ്, വൈക്ക് 2t² ആണ്, സെഡിന് t³ ആണ്. ഇത് വെച്ച് നമുക്ക് dx കാണാൻ ഡെറിവേറ്റ് ചെയ്താൽ മതി അല്ലെ. dx/dt ആകുമ്പോൾ 2t വരും. അപ്പൊ dx = 2t dt, y = 2t². അപ്പൊ dy എന്ന് പറയുന്നത് 4t dt വരും അല്ലെ. ഡെറിവേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ, എന്നിട്ട് dt അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ dx ഉം dy ഉം dz നമുക്ക് കിട്ടി. പിന്നെ അപ്പൊ ഇത് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, നമ്മളെ ഓർഡിനറി ഇന്റഗ്രേഷൻ ആയി. അതിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഉണ്ട്, ആകെ ഒരു വേരിയബിളേ ഉള്ളൂ, നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്റഗ്രേഷൻ ലൈൻ ഇന്റഗ്രൽ ത്രൂ എ പ്ലെയിൻ ആയിരുന്നു. ഇവിടെ ഒരു സ്പേസ് ആണ് വരുന്നത്. സ്പേസ് വരുമ്പോൾ എക്സ്ട്രാ ഒരു വേരിയബിളും കൂടി വരുന്നുള്ള വ്യത്യാസം മാത്രമേ അവിടെ വരുന്നുള്ളൂ. പിന്നെ സാധാരണ അപ്പൊ എപ്പോഴും ലൈൻ ഇന്റഗ്രൽ ഉണ്ടാവും ശ്രദ്ധിക്കുക. അതിന്റെ സിയുടെ പാരാമെട്രിക് ഫോം കണ്ടിട്ട് ആ സിയുടെ പാരാമെട്രിക് ഇക്വേഷൻ നമ്മളെ ഏത് ഫംഗ്ഷനാണ് ചെയ്യേണ്ടത് അതിൽ കൊടുത്തിട്ട് ലൈൻ ഇന്റഗ്രലിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓർഡിനറി ഇന്റഗ്രേഷനിലേക്ക് മാറ്റിയിട്ട് ചെയ്യാം. ബാക്കിയുള്ളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത അതേ പ്രോബ്ലംസിന്റെ അതിലൂടെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, സോ നമുക്കിനി അടുത്ത ക്ലാസ്